2024 BJP തന്നെ രാജ്യം ഭരിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ജനങ്ങൾക്ക് മുന്നിൽ മറ്റൊരു ബദലില്ല. രാജ്യത്ത് ഒരു സാമ്പാർ മുന്നണി സർക്കാരിന്റെ ആവശ്യവുമില്ല. മോദിയുടെ ഗ്യാരണ്ടികൾ വോട്ട് ഉന്നമിട്ടിട്ടുള്ളതല്ല, രാജ്യത്തെ പാവപ്പെട്ട ജനങ്ങൾക്കുള്ള ഉറപ്പാണത്. മോദി പിന്നോട്ട് പോകില്ലെന്ന് ജനങ്ങൾക്കറിയാം. ജനപിന്തുണയാണ് തന്റെ വിജയരഹസ്യമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഒരു തീരുമാനവും തന്റേത് മാത്രമല്ല, രാജ്യ താൽപര്യം മാത്രമാണ് പരിഗണിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. കേരളത്തിൽ തദ്ദേശ സ്ഥാപനങ്ങളിലടക്കം BJP ശക്തമായ സ്വാധീനമാണ്. തെന്നിന്ത്യയിൽ BJPക്ക് നല്ല വളർച്ചയുണ്ടെന്നും മോദി പറഞ്ഞു. പുതുമുഖങ്ങളെ മുഖ്യമന്ത്രിമാരാക്കുന്നത് BJPയിൽ ഇതാദ്യമല്ല. ഒരു ഭരണ പരിചയവുമില്ലാതെയാണ് താൻ ഗുജറാത്ത് മുഖ്യമന്ത്രിയായത്. മറ്റുള്ളതെല്ലാം കുടുംബ പാർട്ടികളായതിനാലാണ് ഇതൊരു പുതിയ ട്രെൻഡായി തോന്നുന്നതെന്നും മോദി പരിഹസിച്ചു. ഇന്നത്തെ മറ്റു പാർട്ടികളിൽ ഭൂരിഭാഗവും കുടുംബാധിപത്യ പാർട്ടികളാണ്. 3 ഹിന്ദി ഹൃദയഭൂമി സംസ്ഥാനങ്ങളിലേക്ക് BJP പുതിയ മുഖങ്ങളെ തിരഞ്ഞെടുത്തത് ഒരു പുതിയ പ്രവണതയായി കാണുമെന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു. ഇതോടെ കഠിനാധ്വാനത്തിലൂടെ തങ്ങൾക്കും പാർട്ടിയിൽ ഉയരാൻ കഴിയുമെന്ന് പുതുതലമുറ പ്രതീക്ഷിക്കുന്നുണ്ടെന്നും മോദി പറഞ്ഞു. വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അയോധ്യ വികസനവും രാമക്ഷേത്ര പ്രതിഷ്ഠയും ഒരുപോലെ ചർച്ചയാക്കാനാണ് BJPയുടെ തീരുമാനം. പൊതുപരിപാടികളും ചെറുയോഗങ്ങളും വരും ദിവസങ്ങളിൽ സജീവമാക്കും. പോഷക സംഘടനകളുടെ പരിപാടികളും സംഘടിപ്പിക്കും. ഗൃഹസന്ദർശന പരിപാടികളും ഉടൻ ആരംഭിക്കും. അതേസമയം പ്രതിഷ്ഠാ ചടങ്ങുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് നിലപാട് വൈകിക്കുകയാണ്. ഇന്ത്യ സഖ്യത്തിലെ ഭൂരിഭാഗം പാർട്ടികളും നിലപാട് വ്യക്തമാക്കിയ പശ്ചാത്തലത്തിൽ കോൺഗ്രസ് സമ്മർദ്ദത്തിലായിരിക്കുകയാണ്. കൂടുതൽ PCCകൾ കോൺഗ്രസ് പങ്കെടുക്കണമെന്ന നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ടെന്നാണ് സൂചന. പ്രതിഷ്ഠാ ചടങ്ങിലേക്ക് കോൺഗ്രസ് നേതാക്കളായ സോണിയാഗാന്ധി, മല്ലികാർജുൻ ഖർഗെ, മൻമോഹൻ സിംഗ് എന്നിവരെ ക്ഷേത്ര ട്രസ്റ്റ് ക്ഷണിച്ചിരുന്നു. സോണിയാഗാന്ധി നേരിട്ടോ അവരുടെ പ്രതിനിധിയോ ചടങ്ങിൽ പങ്കെടുക്കുമെന്നാണ് കോൺഗ്രസ് നേരത്തെ അറിയിച്ചിരുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ അയോധ്യയിൽ എത്തിയിരുന്നു. 11,100 കോടിയിലധികം രൂപയുടെ വിവിധ വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി ഉദ്ഘാടനവും നിർവഹിച്ചിരുന്നു. മഹാഋഷി വാൽമീകി അന്താരാഷ്ട്ര വിമാനത്താവളം രാജ്യത്തിന് സമർപ്പിക്കുകയും ചെയ്തു. കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.